ഒരു വീട്ടമ്മ ശാന്തമായി അവരുടെ കുഞ്ഞു ഗാർഡനിൽ ഇരിക്കുന്നു. അവരുടെ കൈകളിൽ ഒരു ചെടി നടാനുള്ള ചട്ടിയുണ്ട്. അവർ ആ ചട്ടിയിൽ ഉള്ള മണ്ണിനെ ഇളക്കി ഒരു ചെറിയ ചെടി നടുകയാണ്. ദിവസങ്ങളായി അവരുടെ മനസ്സ് അസ്വസ്ഥതയിലാണ്. മനസ്സിൽ ആശങ്ക, ഉറക്കമില്ല. ആ ചെടി നടുമ്പോൾ അവർ ആ ചെടിയോട് പറയുകയായിരുന്നു, വേഗം വെള്ളം കുടിക്കൂ, വേഗം വളരൂ എന്ന്. തൻ്റെ കുഞ്ഞിനോട് പറയുന്നത് പോലെ. അത് പറയുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ പ്രതീക്ഷ ഉയരുന്നുണ്ടായിരുന്നു. പുഞ്ചിരി അവരുടെ മുഖത്ത് അവർ അറിയാതെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഇത് ഒരു പോയറ്റിക് ഇമാജിനേഷൻ അല്ല. ഒരുപാട് പേർ അവരും ഈ പ്രകൃതിയും തമ്മിൽ ഉള്ള ആ ഒരു ബന്ധം തിരിച്ചറിഞ്ഞ ജീവിത അനുഭവമാണ്. പ്രിയയും വിവേകും വളരെ സ്നേഹമുള്ള, അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, എല്ലാറ്റിനുമുപരി തമ്മിൽ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് വൈഫായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷത്തിനുള്ളിൽ വിവേക് ഒരു റോഡ് അപകടത്തിൽ മരിച്ചുപോയി. ആക്സിഡന്റ് നടന്ന ദിവസം ആ ഫോൺ കോൾ വന്നതും പ്രിയ ശരിക്കും കുഴഞ്ഞു വീഴുകയായിരുന്നു. അവരുടെ ഫോൺ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണോ സ്ലിപ്പായി പോയത്, അതുപോലെ തന്നെ വിവേകും അവരുടെ അടുത്തു നിന്നും ഇല്ലാതെയായി. തുടർന്നുള്ള ദിവസങ്ങൾ അവൾക്ക് സഹിക്കാവുന്നതിലേറെയായിരുന്നു. അവൾ എപ്പോഴും ജനലിന്റെ അടുത്തിരുന്ന് വിവേക് വരുന്നതും കാത്തിരിക്കും. അവരുടെ വാതിലിൽ നോക്കിയിരിക്കും. ഇനി ഒരിക്കലും അത് വിവേകിന്റെ വരവിന് വേണ്ടി തുറക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. പ്രിയയുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇൻലോസ്, പാരൻസ് എല്ലാവരും പ്രിയയ്ക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. പക്ഷേ പ്രിയ അഗാധമായ ദുഃഖത്തിന്റെ ആഴത്തിലായിരുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിനെ സ്പർശിച്ചില്ല. അവിടെ അത് എത്തുന്നുണ്ടായിരുന്നില്ല. വീടിന്റെ ഓരോ ചുമരും ഓരോ കോർണറും വിവേകിന്റെ ഓർമ്മകളായിരുന്നു. വിവേക് പകുതി വായിച്ച പുസ്തകങ്ങൾ, എഴുതി വെച്ച ജാക്കറ്റുകൾ, ഇതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു അവൾ. നിശബ്ദമായി പ്രിയ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, നീ എന്തിനെന്നെ വിട്ടു പോയത്? നീ ഇല്ലാത്ത ഈ ലോകത്തിൽ ഞാൻ എന്തിന് ജീവിക്കണം? പ്രിയയ്ക്ക് വിവേക് ഇല്ലാത്ത ഈ ലോകത്തിൽ ജീവിക്കുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു. അവരുടെ ഹൃദയത്തെ ചങ്ങല കൊണ്ട് കെട്ടിയതുപോലെ. ഒരു ഒരു ചെറിയ പുഞ്ചിരിക്കാൻ പോലും, ഒരു ചെറിയ ചിരി പോലും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിവേകിനെ കാണാൻ സാധിക്കാത്ത ഈ സൂര്യോദയം, ഈ ആകാശം ഞാൻ എന്തിനു നോക്കണം, കാണണം എന്ന ഒരു ഭാവമായിരുന്നു അവൾക്ക്. കുറച്ചു മാസങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം പ്രിയ എങ്ങനെയോ അവരുടെ വീട്ടിന്റെ അടുത്തുള്ള, മുന്നിലുള്ള ഗാർഡനിൽ എത്തി. അവൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം അവിടെയുള്ള മണ്ണിനെ കയ്യിലെടുത്തു. ഉടൻ തന്നെ ഒരു മാജിക് പോലെ വിവേകും പ്രിയയും ആ ഗാർഡനിൽ ഒരുപാട് ചെടികൾ നട്ടതും അവർ അവിടെ ചിലവഴിച്ച നിമിഷങ്ങളും ഒരു മിന്നൽ പോലെ ഓർമ്മയിൽ കടന്നു വന്നു. പ്രിയയുടെ കണ്ണുനീർ ഒഴുകി ഗാർഡന്റെ മണ്ണിൽ വീണു. കുറെ ദിവസത്തിന് ശേഷം വിവേക് നേരിട്ട് സംസാരിച്ച പോലെ തോന്നി. അന്നു മുതൽ ആ ഗാർഡൻ പ്രിയയുടെ ആശ്രയമായി മാറി. അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്നതും വെള്ളമൊഴിക്കുന്നതും ചെടികളെയെല്ലാം കെയർ ചെയ്യുന്നതും, ഏത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിവേക് തൻ്റെ അടുത്ത് കുറച്ചു കുറച്ചായി തിരിച്ച് വരുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു. ഒരിക്കൽ പ്രിയ ഗാർഡനിൽ നിൽക്കുന്നത് കണ്ട് അടുത്തുള്ള കുട്ടി ഓടി വന്ന് പ്രിയയോട് പറഞ്ഞു, ചേച്ചി എന്താണ് വരാത്തത്, കാണാത്തത്? ചേച്ചി വരാത്തത് കൊണ്ട് പൂക്കളെല്ലാം സങ്കടത്തിലാണ് കേട്ടോ, വാടി പോകുന്നുണ്ട്. അത് കേട്ട് പ്രിയ പറഞ്ഞു, ഇനി ഞാൻ ദിവസവും വരാം കേട്ടോ, ഉറപ്പ് നൽകി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. പ്രിയയ്ക്ക് ഇപ്പോൾ ആ ഗിൽറ്റി ഫീലിംഗ് ഇല്ല. താൻ ഈ ലോകത്ത് ജീവിക്കുന്നത് വിവേകിനെ കൂടുതൽ സ്നേഹിക്കുന്നത് പോലെയാണ് എന്ന് അവൾ കരുതുന്നു.
പ്രിയയുടെ ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെയായി. അവളുടെ പെയിൻ ട്രാൻസ്ഫോം ആയി. യഥാർത്ഥത്തിൽ പ്രിയ ആദ്യം ദുഃഖത്തോടെ ആ ഗാർഡനിൽ ഇരിക്കുമ്പോൾ ഓരോ പൂവിലും ചെടിയിലും അവളുടെ തന്നെ ദുഃഖം റിഫ്ലക്റ്റ് ചെയ്യുന്ന മിറർ പോലെയായിരുന്നു. പക്ഷെ അവൾ വെള്ളം ഒഴിക്കുമ്പോഴും അവിടെയെല്ലാം ക്ലീൻ ചെയ്യുമ്പോഴും അവൾ പോലും അറിയാതെ ഒന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു. കെയറിന്റെ ഓരോ പ്രവൃത്തിയിലും പ്രിയയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ജീവിക്കാനുള്ള പ്രേരണയായിരുന്നു, ശക്തിയായിരുന്നു. അവിടെ പ്രകൃതി അവൾക്ക് ഹീലിംഗ് നടത്തുകയായിരുന്നു. സൈലന്റായി, വളരെ നിശബ്ദമായി. ദുഃഖം പ്രിയയുടെ അടുത്ത് നിന്ന് അകറ്റിയത് ഗാർഡനിങ് അവൾക്ക് തിരിച്ചു നൽകി, സ്നേഹത്തോടെ. സൂ സ്റ്റുവർട്ട് സ്മിത്ത് പറയുന്നു, ഗാർഡനിങ് ഈസ് more than cultivating plants. It is cultivating the capacity to nurture life both outside and within ourselves. ഗാർഡനിങ് എന്നത് വെറും ചെടികളെ നട്ടുവളർത്തുന്നത് മാത്രമല്ല, അത് ജീവിതത്തിനെ പരിപോഷിക്കുവാനുള്ള കഴിവിനെ നേടിയെടുക്കുന്നതാണ്, നമ്മുടെ അകത്തും പുറത്തും. പ്രിയയുടെ ആ ഹീലിംഗ് ഗാർഡൻ അവർക്ക് നൽകിയത് ആ സെൻസ് ഓഫ് പർപ്പസ്, ഒരു സെൻസ് ഓഫ് പർപ്പസ് ആണ്, ഒരു ഹോപ്പ്, പ്രതീക്ഷയാണ്. ഇന്നത്തെ സെഷൻ എ വെൽ ഗാർഡൻഡ് മൈൻഡ്. പ്രിയയുടെ ട്രോമ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. പക്ഷെ ആ മാജിക്കൽ ഹീലിംഗ് ഗാർഡൻ അത് അവരുടെ കണ്ണുനീരിനെ ഒരിക്കലും ജഡ്ജ് ചെയ്തില്ല. അവിടുത്തെ പൂക്കൾ ഒട്ടും ധൃതി കാണിച്ചില്ല. അവിടുത്തെ മരങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു, സൈലന്റായി പ്രിയയ്ക്ക് ഉറപ്പു നൽകി, ഏത് സാഹചര്യവും കടന്നു പോകും, നിനക്കുള്ള ഹീലിംഗ് നടക്കുക തന്നെ ചെയ്യുമെന്ന്. ബ്രെയ്ഡിംഗ് സ്വീറ്റ് ഗ്രാസ് എന്ന പുസ്തകത്തിന്റെ ഓഥർ റോബിൻ കിമ്മറർ പറയുന്നു, The earth offers us gifts. If only we learn to recognize them. Healing, patience, resilience. These are all lessons written in the language of leaves and roots. ഈ ഭൂമി നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ തരുന്നുണ്ട്. നമ്മൾ അതിനെ തിരിച്ചറിയണം എന്ന് മാത്രം. ഇലകളുടെയും വേരുകളുടെയും ഭാഷയിലാണ് നമുക്ക് വേണ്ട പാഠങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ മറക്കുന്ന ഒരു കാര്യമാണ് നമ്മളും പ്രകൃതിയുടെ ഭാഗമാണ് എന്ന്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം പലപ്പോഴും നമ്മളെ 4 ചുമരുകൾക്കുള്ളിൽ ഇരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. മരങ്ങളുടെയും പ്രകൃതിയുടെയും കൂടെയല്ല, സ്ക്രീനിലാണ് കൂടുതൽ നേരവും നമ്മളിൽ പലരും ചിലവഴിക്കുന്നത്. പലപ്പോഴും പ്രകൃതിയെ ഒരു റിസോഴ്സ് ആയിട്ടാണ് നമ്മളിൽ പലരും കാണുന്നത്. നമ്മുടെ ആവശ്യത്തിന് മാത്രം പലപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒന്ന്. എൻവയോൺമെന്റൽ സൈക്കോളജിസ്റ്റ് റേച്ചലും സ്റ്റീഫൻ കാപ്ലനും അവരുടെ അറ്റൻഷൻ റിസോർട്ടേഷൻ തിയറിയിൽ പറയുന്നു, പ്രകൃതിയുമായി കണക്ട് ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയെ റീസ്റ്റോർ ചെയ്യുന്നു, തിരിച്ചു നൽകുന്നു. അതുപോലെ തന്നെ നേച്ചർ നമുക്ക് ആവശ്യമായ റെസ്റ്റ് നൽകുന്നു, നമ്മുടെ മനസ്സിന് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി തരുന്നു. ആൻഡ് നമ്മളെ തന്നെ റീസെറ്റ് കൂടി ചെയ്യുന്നു. നേച്ചർ ഫിക്സ് എന്ന പുസ്തകത്തിന്റെ ഓഥർ ഫ്ലോറൻസ് വില്യംസ് പറയുന്നു, അവർ നെർവസ് സിസ്റ്റം ആർ ബിൽറ്റ് ടു റീസോണേറ്റ് വിത്ത് ബേർഡ് സോങ്, rustling leaves and the sound of water. When we lost this resonance, we lost part of ourselves. പക്ഷികളുടെ പാട്ടുകളും ഇലകളുടെ മർമ്മരങ്ങളും കേൾക്കുന്ന തരത്തിലാണ് നമ്മുടെ നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ആ കേൾക്കുന്നത് നിന്നു പോയാൽ
നമ്മൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് കണ്ണടച്ച് ഒരു കാര്യം ഇമാജിൻ ചെയ്യാം പ്ലീസ്. പുല്ലിന്റെ മുകളിൽ വെറും കാലിൽ നടക്കുന്നത് പോലെ നമ്മുടെ കാൽ പുല്ലിൽ തട്ടുന്ന നിമിഷം തന്നെ നമ്മുടെ ഫുൾ ബോഡിയും മുഴുവൻ ശരീരവും കാം ഡൗൺ ആകും. ഇൻസ്റ്റന്റ് റിലാക്സേഷൻ ഉണ്ടാകും. അതാണ് നേച്ചറിന്റെ ഹീലിംഗ് പവർ. മരങ്ങളെയും ചെടികളെയും വെറും ഒരു ഗ്രീനറി ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. അവർ നമ്മുടെ ടീച്ചേഴ്സ് ആണ്, കമ്പാനിയൻസ് ആണ്, കൂട്ടുകാരാണ്. അവർ നമ്മുടെ ഹീലേഴ്സ് ആണ്. നമ്മൾ പ്രകൃതിയെ വെറും ഒരു റിസോഴ്സ് ആയി കാണാതെ ഒരു ഗിഫ്റ്റായി, ഒരു വലിയ നിധിയായി കാണുന്ന ആ നിമിഷം നമ്മളും പ്രകൃതിയുമായുള്ള ബന്ധം തന്നെ മാറും. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ച് നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യാം. എന്നിട്ട് ഈ 3 ചോദ്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന 3 ചോദ്യങ്ങൾ നമുക്ക് നമ്മളോട് ചോദിക്കാം, പ്രകൃതിയോട്. ക്ലോസ് യുവർ ഐസ്. നമ്മൾ പ്രകൃതിയോട് ചോദിക്കുന്നു, ഞാൻ തകർന്നു പോയി, ഞാൻ ഇനി എന്തു ചെയ്യും എന്ന് നമ്മൾ ഒരു പുഴയോട് ചോദിച്ചാൽ ആ പുഴ നമ്മളോട് പറയും, ഞാൻ കാലങ്ങളായി ദിവസവും കല്ലുകളെ ചുമക്കുന്നു, എന്നാലും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്ന ഉത്തരമായിരിക്കും ആ പുഴ നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഒരു കാടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വേദന എങ്ങനെ സഹിക്കുമെന്ന് ഒരു കാടിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആ കാട് നമ്മളോട് തിരിച്ചു പറയുന്നത്, ഞങ്ങൾ കൊടുങ്കാറ്റിനെ എപ്പോഴും നേരിടുന്നു, പിടിച്ചു നിൽക്കുന്നു, അതുപോലെ നിങ്ങളുമാകണം, ഉറച്ചു നിൽക്കൂ, ഏത് കാര്യവും നിങ്ങൾ കടന്നു പോകും എന്ന് ആ കാട് നമ്മളെ നോക്കി പറയും. എനിക്കിനി ഹോപ്പുണ്ടോ, പ്രതീക്ഷയുണ്ടോ, എനിക്കിനി വളരാൻ സാധിക്കുമോ എന്ന ചോദ്യം മണ്ണിനോട് നമ്മൾ ചോദിക്കുമ്പോൾ കാണാത്തതിനെ വിശ്വസിക്കൂ. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത എത്രയോ വിത്തുകൾ എന്നിൽ നിന്നും മുളച്ച് വലിയ മരങ്ങളായിട്ടുണ്ട്. ലൈഫ് ബിഗിൻസ് ഇൻ ദ ഡാർക്ക് എന്ന് ആ മണ്ണ് നമ്മളോട് പറയും. ഓപ്പൺ യുവർ ഐസ്. താങ്ക് യു. ഇനി നിങ്ങൾ ഒരു സിറ്റുവേഷൻ ചിന്തിച്ച് പ്രകൃതിയോട് ചോദിക്കൂ, എന്നിട്ട് പ്രകൃതിയുടെ ഉത്തരം എന്തായിരിക്കും എന്ന് ഒന്ന് അറിഞ്ഞു വെക്കുക. ഏതെങ്കിലും ഒരു ചെടിയുടെ വിത്തിനെ കയ്യിലെടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വെറും ഒരു ചെറിയ വിത്ത്. അത് എന്താണോ, അതിൻ്റെ ശക്തി എന്താണെന്നോ ഒന്നും ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അറിയില്ല. മണ്ണിന്റെ അടിയിൽ ആ ഇരുട്ടിൽ കുഴിച്ചിടുമ്പോൾ പോലും ഒരു ജീവനില്ലാത്ത ഫീലായിരിക്കും ആ വിത്തിന്. പക്ഷേ അതിനെ സ്നേഹിച്ച് കെയർ ചെയ്താൽ ആ വിത്ത് അവേക്കനാവും. മണ്ണിന്റെ ആ വാതിലിനെ പൊട്ടിച്ച് തുറന്ന് ഒരു കുഞ്ഞു ചെടിയായി സൂര്യവെളിച്ചത്തിലേക്ക് അത് വരും, വളർന്നു വലുതാകും, ബ്യൂട്ടിഫുൾ ആയ ഒരു ചെടിയായി പൂക്കളും സന്തോഷവും അത് നമുക്ക് നൽകും. ശരിക്കും പറഞ്ഞാൽ ഹീലിംഗും അതുപോലെയല്ലേ? ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങൾ, നഷ്ടങ്ങൾ, വേദനകളിൽ കൂടി പോകുമ്പോൾ ആ ഇരുട്ടിൽ നമുക്ക് ഒരു പ്രതീക്ഷയും തോന്നില്ല. പക്ഷേ ക്ഷമയോടെയും തുടർച്ചയായ പരിശ്രമവും പോസിറ്റീവ് തിങ്കിങ്ങും ഉണ്ടെങ്കിൽ വീണ്ടും ജീവിതത്തിൽ ഉയർന്നു വരാൻ നമുക്ക് സാധിക്കുന്നു. ഗാർഡനിങ്ങിൽ ഈ ഒരു സത്യത്തിന്റെ ലെസനാണ് നമ്മൾ ദിവസവും സൈലന്റായി മനസ്സിലാക്കുന്നത്. മണ്ണിലൊരു കുഴി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷനും ദേഷ്യവും സങ്കടങ്ങളും എല്ലാം റിലീസ് ആകുന്നതായി നമുക്ക് ചിന്തിക്കാം. വിത്തുകൾ നടുമ്പോൾ നമ്മൾ പ്രതീക്ഷകളെ നടുന്നതായി നമുക്ക് സങ്കല്പിക്കാം. ആ വിത്ത് മുളച്ച് വരുന്നതും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ആ സമയവും നമ്മളെ പഠിപ്പിക്കുന്നത് ഗ്രോത്ത് ആൻഡ് ഹീലിംഗ് ടേക്സ് ടൈം എന്നാണ്. പക്ഷെ തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും. ഗാർഡനിങ് നമുക്ക് ക്ഷമയും ഒരു സമയം ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നമ്മളെ അത് പഠിപ്പിക്കും.
നേച്ചർ ഡസ് നോട്ട് ഹറി അറ്റ് എവറിത്തിങ് ഈസ് അക്കംപ്ലിഷ്ഡ്. പ്രകൃതിക്ക് ഒരു തിരക്കുമില്ല. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും വേണ്ട സമയത്ത് നടക്കുക തന്നെ ചെയ്യും. ലാവോ ത്സുവിൻ പറഞ്ഞ വാക്കുകളാണ്. ഹൗ ടു ബി കണക്റ്റഡ് വിത്ത് നേച്ചർ സ്റ്റാർട്ട്സ് സ്മോൾ ആൻഡ് സിമ്പിൾ. നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ചെടികളും മരങ്ങളും പൂക്കളും എല്ലാം ഉണ്ടാകും. ഇല്ലെങ്കിൽ നമുക്കും നമ്മുടെ വീട്ടിന്റെ കുറച്ച് സ്ഥലത്തോ ബാൽക്കണിയിലോ ഒരു ചെറിയ ഹീലിംഗ് ഗാർഡൻ ഉണ്ടാക്കാം. ഓരോ ദിവസവും അതിനെ നന്നായി സ്നേഹിക്കാം, കെയർ ചെയ്യാം, നർച്ചർ ചെയ്യാം. മൈൻഡ്ഫുള്ളി നമുക്ക് അതിനെ ശ്രദ്ധിക്കാം. നമ്മുടെ കുഞ്ഞു ഹീലിംഗ് ഗാർഡനിലുള്ള ചെടികളോട് നമ്മൾ സംസാരിക്കണം. ഈ പറയുന്ന സമയത്ത് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്, നാട്ടിൽ വെക്കേഷന് പോയുന്ന സമയത്ത് എൻ്റെ വീട്ടിനടുത്തൊരു ചെറിയ കുട്ടിയുണ്ട്. സച്ചു എന്നാണ് പേര്. അപ്പൊ അവന് വലിയ ഇഷ്ടമാണ് എന്നെ. അപ്പൊ അവൻ, മാമി ഓടി വാ, ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വരാം, എനിക്കൊരു തിരക്കുണ്ട്. ഇല്ലല്ല മാമി ഇപ്പൊ തന്നെ വരണം, ഓടി വാ എന്ന് പറഞ്ഞു. ഞാനും അവനെ പോലെ കൊച്ചുകുട്ടിയായി അവന്റെ കൂടെ ഓടി. നോക്കുമ്പോ അവന്റെ വീട്ടിന്റെ പിന്നാലെ തൊടിയില് അവൻ നട്ടുവെച്ച മാങ്ങ പൂത്തിരിക്കയല്ല, മാങ്ങ വന്നിരിക്കുന്നു. അവന് വലിയ സന്തോഷം. കണ്ടോ മാമി, കഴിഞ്ഞ പ്രാവശ്യം മാമി വന്നപ്പോ ഞാനിത് വെച്ചതാണ്, അപ്പൊ കണ്ടോ ഇത് പൂത്ത് മാങ്ങ വന്നു എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ സച്ചു സൂപ്പർ ആയിട്ടുണ്ടല്ലോ കാണാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ വാക്ക്, അതേ മാമി എനിക്കും വലിയ സന്തോഷമായി. നോക്കുമ്പോ ആ മാവിന്റെ അടിയിൽ ഒരു വടി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാടാ സച്ചു ഈ വടി ഇതിൽ കെട്ടി വെച്ചിരിക്കുന്നത്? അതേ മാമി, കുറെ ആയിട്ട് ഈ മാങ്ങ ഉണ്ടാവുന്നില്ല, പൂക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു വടി എടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ മാങ്ങ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ ഞാൻ ഈ വടി കൊണ്ട് അടിക്കും എന്ന് പറയും. അപ്പൊ എല്ലാ ദിവസവും ഞാനിത് ഇവനോട് വന്ന് പറയും, ആ മാവിനോട് വന്ന് സച്ചു പറയൂ ഇത്രേ. അപ്പൊ ദാ നോക്കൂ മാമി, ഞാൻ പറഞ്ഞു മാവിന് പേടിയായി, മാവ് പൂത്തു, മാങ്ങയും ഉണ്ടായി മാമി എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞ അവന്റെ ആ ഒരു സ്നേഹമാണ്. ആ മാവിനെ അവൻ കണ്ടത് അവന്റെ ആ ഒരു കൂട്ടുകാരനെ പോലെയാണ് ശരിക്കും അവൻ കണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നത്? അത് എൻ്റെ അച്ചച്ചൻ ഇങ്ങനെ പറയും. അപ്പൊ എനിക്കും തോന്നി ഞാനും ഇങ്ങനെ പറയാമെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു സ്നേഹമാണ്. അതൊരു വലിയൊരു അത്ഭുതത്തോടെയാണ് ഞാനത് കണ്ടത്. അടുത്തതായി, മൈൻഡ്ഫുള്ളി നമ്മൾ അവിടെ പ്രസന്റ് ആയിരിക്കണം. ഓരോ ഇല വളരുന്നതും അതുപോലെ തന്നെ അത് എടുക്കുന്ന സമയവും നമ്മുടെ മൈൻഡിനെ നമ്മൾ സ്ലോ ഡൗൺ ആക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് നമ്മളെ വർദ്ധിപ്പിക്കും. ലൈഫിൽ ആക്സെപ്റ്റൻസ് പഠിപ്പിക്കും. യൂസ് യുവർ ഗാർഡൻ ആസ് ഇമോഷണൽ സ്പേസ്. എന്തെങ്കിലും മനസ്സിന് പ്രയാസം ഉണ്ടാവുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവുന്ന സമയത്ത് ആ ഹീലിംഗ് ഗാർഡനിൽ നമ്മൾ പോകണം, അവിടെ ഇരിക്കണം, നമ്മുടെ വിഷമങ്ങളെ ഷെയർ ചെയ്യണം. സൈലന്റ് ആയി. ആരും കേൾക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈ പ്രപഞ്ചം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, മുഴുവനും കേൾക്കുന്നുണ്ട്. നമ്മുടെ ഹീലിംഗ് ഗാർഡൻ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ കേൾക്കുന്നുണ്ട്. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗിവിംഗ് ബാക്ക്. നമ്മുടെ ഹീലിംഗ് ഗാർഡനെ നന്ദി പറയാം. അവിടെയുള്ള ഇലകൾക്കും പൂക്കൾക്കും നമുക്ക് നന്ദി പറയാം. അത് നമ്മുടെ സന്തോഷത്തിനെ കൂടുതൽ വർദ്ധിപ്പിക്കും. പ്രകൃതി എത്രമാത്രമാണ് നമ്മളെ സ്നേഹിക്കുന്നത്, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ. എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്, നമുക്കും പ്രകൃതിക്കും നമ്മളാൽ കഴിയുന്നത് തിരിച്ചു കൊടുക്കാം, വളരെ സ്നേഹത്തോടെ. അങ്ങനെ കൊടുക്കുമ്പോൾ പ്രകൃതിയുമായി നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ആ ഒരു സ്നേഹം ഫീൽ ചെയ്യാൻ നമുക്കപ്പോൾ സാധിക്കും. ഗാർഡനിങ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ സോൾ. എവറി ആക്ട് ഓഫ് നർച്ചർ ഫോർ നേച്ചർ ഈസ് ആൻ ആക്ട് ഓഫ് കെയറിങ് ourselves. It is an act of connecting with the deepest part of our spirit. പ്രകൃതിക്കും മനുഷ്യാത്മാവിനും ഇടയിലുള്ള പാലമാണ് പൂന്തോട്ട പരിപാലനം. പ്രകൃതിയെ പരിപോഷിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മെ തന്നെ പരിപാലിക്കുന്നതിനുള്ള ഒരു പ്രവൃത്തിയാണ്. അത് നമ്മുടെ ആത്മാവിൻ്റെ ആഴമേറിയ ഭാഗവുമായി ബന്ധപ്പെടുന്നതിനുള്ള ഒരു പ്രവൃത്തി കൂടിയാണ്. താങ്ക് യു. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം.